ചിങ്ങം രാശി. ചിങ്ങം രാശി പൊതുവെ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതങ്ങനെ ആവണമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്നുള്ളത്. കാരണം ഒരു അഹങ്കാരത്തിൻ്റെയും ഒരു ഗർവത്തിൻ്റെയും ഒക്കെ ഒരു രാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് സൂര്യ രാശിയാണ്, അതുപോലെ അഗ്നി രാശിയാണ്. കോപം വന്നാൽ അങ്ങ് അഗ്നി പോലെ ആയി മാറുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എപ്പോഴും സൃഷ്ടിക്കപ്പെടാറുണ്ട്. അത് വ്യത്യാസങ്ങളൊന്നുമില്ല. ആണായാലും പെണ്ണായാലും ഇതിൻ്റേതായ പ്രഭാവങ്ങളൊക്കെ തുല്യമാണ്. എന്നാൽ സ്നേഹത്തിൻ്റേതായ കാര്യത്തിൽ വളരെയധികം അങ്ങേയറ്റം മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നവരും ആ ഒരു രീതിയിൽ ഇടപഴകുന്നവരും തന്നെയാണ് ഇവരൊക്കെയും. ഇവരോടൊക്കെ ഇടപഴകുന്ന വ്യക്തികളൊക്കെ ഈ വീഡിയോ കാണുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലൊക്കെ ഇങ്ങനെയുള്ള രാശിക്കാരായുള്ള ഈ രാശിയിലുള്ള നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതിയാകും. കാരണം ഇവർക്ക് പ്രശംസകളോടൊക്കെ വളരെയധികം താല്പര്യങ്ങളുള്ള വ്യക്തികളാണ്. ഒരു അംഗീകാരം ഒരു ഇടത്ത് നിന്ന് കഴിഞ്ഞാൽ അവരെ ഒന്ന് പ്രശംസിക്കുക, അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക, ഒന്ന് ടാപ്പപ്പ് ചെയ്യുക, നല്ല 4 വാക്കുകളൊക്കെ പറയുക എന്നുള്ളതൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. കോടിക്കണക്കായിട്ടുള്ള രൂപയൊക്കെ കൊണ്ടുകൊടുത്ത് ഇവരെ ഒരു നല്ല രീതിയിലേക്ക് സന്തോഷപ്പെടുത്താമെന്ന് കരുതിയാൽ അങ്ങനെയൊന്നുമില്ല അവർക്ക്. ഒരു നല്ല വാക്ക്, നല്ല പ്രശംസ, അതായത് 4 പേർ കൂടുന്ന ഒരിടത്ത് നല്ല ഒരു അപ്രിസിയേഷൻ കിട്ടണം എന്നുള്ളതാണ്. തൊഴിൽ ഇടങ്ങളിലാണെങ്കിലും ശരി, അവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം, അതായത് ശരി ഞാനത് നോക്കാം, ചെയ്യാം എന്നുള്ള വാക്ക്. ധിക്കാരപരമായുള്ള ഒരു വാക്കുകളൊക്കെ അവർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അതിനനുസരിച്ച് സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നവരാണ് ഇവരൊക്കെ. ഈ കുടുംബത്തിലുള്ള ആരാണെങ്കിലും ശരി, ഭാര്യ ഭർത്താവ് ബന്ധങ്ങളിലാണെങ്കിലും ശരി, അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്ന് വീണ്ടും നമ്മളോട് അനുകൂലമായി വരുന്ന സാഹചര്യങ്ങളും ധാരാളം ഉണ്ടെന്നുള്ളതാണ്. മതിപ്പ്, മര്യാദ, അന്തസ്സ്, ആസ്തി എന്നൊക്കെ, അതായത് ഗൗരവത്തിനോട് കിടപിടിച്ച് നിൽക്കുന്ന വേളയിൽ ചിലർക്കൊക്കെ തന്നെ അന്നത്തിന് പോലും മുട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരുടേതായ ആ ഒരു ഗൗരവം, ഒരു അഹങ്കാരമായുള്ള ആ ഒരു മനോഭാവത്തെ മറ്റുള്ളവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ അവഗണിക്കപ്പെടാറും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. അതായത് പ്രതികരിക്കേണ്ട സമയങ്ങളിൽ ചില ആൾക്കാർ കൃത്യമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും. അത് 4 പേർ കേൾക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുകയും ചെയ്യും. അത് ഇവർക്ക് വളരെയധികം അപമാനകരമായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉടനെ തന്നെ തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി എന്ന് പറഞ്ഞിട്ട് പോകുന്നവരും ധാരാളം ഉണ്ടായിരിക്കും. ഇവർക്ക് വലിയ തോതിൽ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഫീൽ ചെയ്യും. എന്നാലും കുറച്ച് കഴിയുന്ന വേളയിൽ അവർക്ക് അനുകൂലമായിട്ട് വന്നിട്ട് ആ ഒരു പ്രശ്നത്തെ മറന്ന് അനുകൂലിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോഴും ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റേതായ രീതിക്ക് എതിർത്ത് കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ധാരാളം ഉണ്ടാവും. അപ്പോഴും എപ്പോഴും ഇവർക്ക് പറ്റുന്ന ഒരൊറ്റ പിഴവെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതല്ല, ഇവർ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇവർക്ക് വിനയായിട്ട് ഭവിക്കുന്നത്. മറ്റൊരാൾ 10 വാക്കുകൾ പറയുമ്പോൾ ഇവർ ഒരു വാക്ക് പറഞ്ഞാൽ മതിയാകും. അത് ഇവർക്ക് തന്നെ വിനയാവുകയും ചെയ്യും. പ്രേമബന്ധങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചിരുന്നാൽ പോലും ഇവർക്ക് ഓപ്പോസിറ്റ് സൈഡ് ആരായാലും ആൺ പെണ്ണിനെ പ്രേമിക്കുന്നു, പെണ്ണ് ആണിനെ പ്രേമിക്കുന്നു, ഈ ഒരു വേളയിലാണ് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾ പറയുന്ന കർക്കശമായ വാക്കുകൾ ഓപ്പോസിറ്റ് സൈഡ് പ്രേമത്തിലേക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അയാൾ പ്രതികരിക്കുകയും കളഞ്ഞിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നീട് ഇവർ അതിനെ അനുകൂലിക്കാൻ ശ്രമിച്ചാലും അവർ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് കടന്നു പോയാലും വീണ്ടും എനിക്കിത് തന്നെയൊക്കെയല്ലേ പ്രശ്നങ്ങൾ വരുന്നു എന്ന ചിന്താഗതിയാണ് അവർ പരിപൂർണമായി ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രേമ ബന്ധങ്ങളെന്നൊക്കെ പറയുമ്പോൾ പകുതിക്ക് വിട്ടിട്ട് പോകുന്ന സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. ഇതിലെ സ്ത്രീകളുടേതായ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വീട്ടിനുള്ളിൽ നല്ല രീതിയിൽ അലങ്കാരമൊക്കെ ചെയ്യും. അതായത് പൊട്ട്, പൂവ് ഒക്കെ വെച്ച് നല്ല ആലങ്കാരികമായി നല്ല എപ്പോഴും നല്ല ഫ്രഷായിട്ട് പ്രസൻറ്റീവ് മോഡായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. ഇപ്പോൾ ഭാര്യ നല്ല രീതിക്ക് അണിഞ്ഞൊക്കെ ഒരുങ്ങി നിൽക്കുന്ന വേളയിൽ ഭർത്താവ് ഒരുപക്ഷെ മനഃപൂർവ്വം തന്നെ അതിനെ ഗൗനിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപടി പറയാൻ ആ കൊള്ളാം എന്നൊരു വാക്ക് പറയാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു മനസ്സിനുള്ളിലേക്ക് വച്ചിരിക്കും. അത് പുറമേ ഇനി ആരൊക്കെ എന്തൊക്കെ നല്ലത് പറഞ്ഞാലും ശരി അതിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. കാരണം അവർ ഏറ്റവും അധികം ഇഷ്ടം വയ്ക്കുന്ന വ്യക്തിയിൽ നിന്നും ആ ഒരു നല്ല വാക്ക് കേട്ടില്ല. അത് അന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് ഉണ്ടായിരിക്കും. പുറമേ ഒരുപാട് വരും, ആ സുന്ദരിയായിരിക്കുന്നു, നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. കുടുംബത്തിൽ അവർ ഇഷ്ടപ്പെടുന്നവർ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല എങ്കിൽ അന്നത്തെ ദിവസം പോക്ക് തന്നെയാണ്. ആ കുടുംബത്തിലുള്ള ആളിൻ്റെ കാര്യം കഷ്ടത്തിലാവും 1-2 ആഴ്ചത്തേക്ക്. ഇവരിലേക്കൊരു നെഗറ്റിവിറ്റി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. കാരണം ഇവരെ കാണുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ശരി അപ്രിസിയേഷൻ പോലെ, ആ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന ഒരു
ഒരു രീതി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവർ വീട്ടിൽ നിന്നും അത്തരം ഒരു എക്സ്പെക്റ്റേഷൻ വയ്ക്കില്ല. അതായത് ആ കൊള്ളാമല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത വയ്ക്കില്ല. കാര്യം എന്ത് പറഞ്ഞാലും ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിലായി പോകും എന്ന ചിന്താഗതി കൊണ്ട് നമ്മളെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഇത് അവർ കാട്ടില്ല. കാരണം നമ്മളിൽ നിന്നും ഒരു സന്തോഷ വാർത്ത പ്രതീക്ഷിക്കുന്നു. നമ്മളതിനെ പരിഹാസമായ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നു. ഏതൊരു നിമിഷത്തിലും ചൂലെടുത്ത് മുറ്റമടിക്കുമ്പോൾ സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. ഏ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ശരി നമ്മൾ ഇത്തരത്തിലൊരു കാര്യങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ അത്തരം ഒരു കാര്യങ്ങൾ പിന്നീട് പ്രതീക്ഷിക്കില്ല. കാരണം 4 പേർക്കൊപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിഹാസമായ കാര്യങ്ങൾ വരിക. അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ അത്തരം കാര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പരിപൂർണമായിട്ടും പരിശ്രമിക്കുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. തൊഴിലിടങ്ങളിലൊക്കെയും ഇങ്ങനെ രാശിക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലൊരു മോഡ് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവർ ഉള്ളിൻ്റെ ഉള്ളിലൊരു വൈരാഗ്യം സൂക്ഷിക്കും. ആ വൈരാഗ്യം എപ്പോഴാണെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. ടൈമിൽ തന്നെ കൃത്യമായ പഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഈ പരിഹാസം ചെയ്യുമ്പോൾ ഒരല്പം ജാഗ്രത കൂടി പുലർത്തണം. ഇതൊക്കെ പറയാമെങ്കിൽ തന്നെയും ഇവർ ആത്മാർത്ഥമായി ഒരു ഇഷ്ടം ആ ഒരു വ്യക്തിയോട്, അതായത് കുടുംബത്തിലുള്ള ഭാര്യയോട്, ഭർത്താവ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വച്ചായിരുന്നാൽ തന്നെയും ആ ഒരു മതിപ്പ് ആയുസ്സാണ്ട് കാലം അവർ നിലനിർത്തിക്കൊണ്ട് പോകും. ഭാര്യ-ഭർതൃ ബന്ധങ്ങളിൽ അവർ അത്തരത്തിലൊരു കാര്യം മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും തന്നെ പരിശ്രമിക്കുന്ന വ്യക്തികളും കൂടിയാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡ് ആ ഒരു കാര്യം വേണ്ട എന്ന് വെച്ചിരുന്നാൽ പോലും അവർ കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയങ്ങളൊക്കെ കഴിയുമ്പോൾ മറന്ന്, അതായത് നേരത്തെ സംഭവിച്ചു പോയ കാര്യത്തെ മറന്ന് അവർ തിരിച്ചു വന്ന് അനുകൂല ഭാവത്തെ കാട്ടുന്ന ഒരു സാഹചര്യം അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. കാരണം അത് മറ്റൊരാൾക്കും വരില്ല. കാരണം അവർക്കറിയാം ആശ്രയം ഞാൻ മാത്രമാണ്. അത് വിട്ടുകൊടുത്ത് പോയി കഴിഞ്ഞാൽ ആ വ്യക്തി തകർന്നു പോകുമെന്ന് അറിയാം. അപ്പോൾ അത്തരത്തിലൊരു ചിന്താഗതി, നല്ല മനോഭാവവും കൂടി ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. പലപ്പോഴും ഇവർ ചില കാര്യങ്ങളൊക്കെ വളരെയധികം സെൽഫിഷ് ആയിരിക്കും. ആ ഒരു കാര്യം കൂടി എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സെൽഫി എടുക്കുന്ന കാര്യത്തിലും ഇവരൊക്കെ മുന്നിലേക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ സ്ത്രീകൾ സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസൊക്കെ അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ട്. കാരണം ഇവരെ ഫോക്കസ് ചെയ്യുക, മറ്റുള്ളവർ ഫോക്കസ് ചെയ്യുക, അപ്രിഷിയേഷൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ പലപ്പോഴും കുടുംബങ്ങൾക്കുള്ളിൽ ഇത്തരം ഒരു കാര്യങ്ങൾ വിള്ളലുകൾ വരുത്തുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും. കാരണം ഇവർ മറ്റുള്ളവർ ഇവരുടേതായ പിക്ചറൊക്കെ കാണുമ്പോൾ വളരെയധികം ഫോക്കസ്ഡ് ആവും. അതായത് ഒരു ആകർഷണീയത അവർക്ക് ഇവരിലേക്ക് വന്നെത്തുന്ന സാഹചര്യങ്ങൾ എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും. മറ്റുള്ള രാശിക്കാർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതൊരല്പം സൂര്യരാശി ആയതുകൊണ്ട് തന്നെ പ്രഭാവം, അതായത് തിളക്കം വളരെയധികം, ഇവരുടേതായ കണ്ണുകളൊക്കെ തന്നെ വളരെയധികം നല്ല സുന്ദരമായ ഉരുണ്ട കണ്ണുകളൊക്കെ ആയിരിക്കും. അതായത് മറ്റുള്ള പെട്ടെന്ന് ആകർഷണീയമായ കണ്ണുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന്, ഇപ്പോൾ സ്ത്രീകൾ തലയൊക്കെ ചുരുങ്ങി ഒന്ന് ചെറുതായിട്ടൊരു പൊട്ടൊക്കെ നെറ്റിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആകർഷണമായിരിക്കും. പ്രത്യേകിച്ച് സാരിയൊക്കെ ഉടുക്കുകയാണെങ്കിലും അത് വളരെയധികം 10 പേർ നോക്കും, അവരെ നോക്കിയിട്ട് അഭിനന്ദിച്ചിട്ടും ആയിരിക്കും പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇത് കുടുംബത്തിനുള്ളിൽ വിള്ളലൊക്കെ വരുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. പുരുഷന്മാർ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്തിട്ട് ഇടുന്നത് പോലെയല്ല സ്ത്രീകളുടേതായ കാര്യങ്ങളെന്ന് മനസ്സിലാകും. കുടുംബിനിയായിട്ടുള്ള ഈ രാശിയിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് കുടുംബത്തിൽ നല്ല നല്ല രീതിയിൽ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. മറ്റൊന്നും കൊണ്ടല്ല. കാരണം നിങ്ങൾ എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവർക്കത് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് കൺവേർട്ടായി വരുന്നത്. സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ചിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ ഇവരുടെ ഏറ്റവും അധികം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരാളെ ആഴത്തിൽ വിശ്വസിച്ച് അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പം പുലർത്തി പോകുന്ന ഒരു സുഹൃത്താണ് ഇവർക്ക് ഉള്ളതെങ്കിൽ ഏത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കൊപ്പം കൈത്താങ്ങായിട്ട് നിൽക്കും. ആണായാലും പെണ്ണായാലും അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. അതായത് കുറച്ച് നേരത്തെ വഴക്കുകൂടി നിൽക്കുന്നവരായിരിക്കും. പക്ഷേ പൊടുന്നനെ ഒരു വിഷയം എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ അതൊക്കെ മറന്ന് അവർക്കൊപ്പം കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹായഹസ്തമായിട്ട് നിൽക്കുന്ന വ്യക്തികളും കൂടിയാണ്. എത്ര വലിയ വിഷയമായിരുന്നാലും ശരി, ഇവർ അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ പ്രശ്നകാരകമായ ആ വ്യക്തി പോലും ഭയപ്പെട്ടു പോകുന്ന രീതിയിലായിരിക്കും. കാരണം വെച്ചാൽ ഇവർ സൂര്യരാശി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയം ഇല്ല. കാരണം എന്തായാലും ഒരു കൈ നോക്കാമെന്നുള്ള രീതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് കാരണമായ വ്യക്തി പോലും ഭയപ്പെട്ടു പോകും. കാരണം വെച്ചാൽ ഇത് വലിയ രീതിയിൽ വിഷയങ്ങളൊക്കെ ആയിപ്പോകുമോ എന്നുള്ള ചിന്താഗതി അവരിലേക്ക് വരുന്ന ഒരു പ്രഭാവം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരെ എതിർക്കുന്നതും ഒരല്പം ജാഗ്രതാപൂർവ്വം വേണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എതിർത്താൽ പണി കിട്ടുകയും ചെയ്യും. ഈ രാശിയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്, അങ്ങനെ ഉയർന്ന നിലയിലിരിക്കുന്ന ഏതൊരു മേധാവി ആണെങ്കിൽ പോലും അവരുടെ ചിന്താഗതി അവർ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും നിൽക്കുക. അത് എത്ര വലിയ ആളായിരുന്നാലും ശരി, ന്യായം ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരെ സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും
അവർ അതിനെ ആക്സസ് ചെയ്ത് കൊടുക്കില്ല. കാരണം എത്ര വലിയവനായാലും വാ നോക്കാമെന്നുള്ള രീതിയായിരിക്കും അവർക്കുണ്ടാവുക. ഒരു കോടതിയിലെ ഒരു വിഷയമാണെങ്കിൽ പോലും അവർ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും നിൽക്കുക. നിങ്ങൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ആൾക്കാരുമായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു കാര്യമായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ അവർ ഉറപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം അവരെപ്പോഴും സൂര്യരാശി എപ്പോഴും ന്യായം മാത്രമാണ് എടുക്കുക. എന്ത് വന്നാലും അവർക്ക് യാതൊരുവിധ ഭയവുമില്ല. അതുകൊണ്ട് ചിങ്ങം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുഹൃത്ത്, ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് വേണം പറയാനായിട്ട്. സഹോദരങ്ങളുടേതായ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് സഹോദര സ്നേഹമൊക്കെ വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. അതായത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇവർ ഏതൊക്കെ രീതിയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ നിൽക്കാൻ പറ്റുമോ, നല്ലത് ചെയ്യാൻ പറ്റുമോ, നല്ലത് പറയാൻ പറ്റുമോ ഒക്കെ അവർ ചെയ്യും. പക്ഷേ ശത്രുവിൻ്റേതായ ഭാവത്തിലേക്ക് ഇവർക്ക് മുന്നിലേക്ക് വന്നാൽ അത് സഹോദരനാണോ സഹോദരിയാണോ എന്ന് നോക്കില്ല. ഈ രാശിയിൽ പിറന്നവർ കാലവരെ തൂക്കി നിലത്തടിക്കുകയും ചെയ്യും. അത് ഇവരുടേതായ ഒരു സ്വഭാവമാണ്. കാരണം മാക്സിമം അങ്ങോട്ട് ക്ഷമിക്കും. ആ ക്ഷമ തനിക്ക് മുകളിൽ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് മേൽ കടന്നു കയറ്റമാണെങ്കിൽ അവർ പ്രതികരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉപകാരമില്ലാത്ത ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഉപകാരമുള്ള കാര്യമായിരിക്കും. അപ്പോൾ മറ്റാർക്കെങ്കിലും സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു കാര്യം വന്നു പോയാൽ ഇവർ ഉപദേശിക്കുന്ന ഒരു സാധനം, നീ ഒരു കാര്യം ചെയ്യ്, ഇന്നതുപോലെ ചെയ്യ്, അത് ആ വഴിക്ക് നീങ്ങ്, അവിടുന്ന് അവിടെ ചോദിക്ക്, ഇവിടെ ചോദിക്ക് എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിനായിട്ടുള്ള സഹായ ഹസ്തങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. അതായത് സഹായിക്കുന്ന മനോഭാവം വളരെയധികം കൂടുതൽ ഉള്ള ഒരു സാഹചര്യം ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടായിരിക്കാം. അത് ഈ ഒരു കാലത്തും ആ ഒരു സുഹൃത്തിൻ്റെതായ രീതിയിൽ അവർ ഇടപെട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം, അടുപ്പം സുഹൃത്ത് ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു വിഷയം ആയിട്ട് വന്നാൽ ഒരു സഹായം എന്ന ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാവില്ല. അവർ ചെയ്യുക തന്നെ ചെയ്യും. തൊഴിലിടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവർ ഒന്നും അറിയാതെ ആയിരിക്കും ഒരു തൊഴിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. പക്ഷേ അവിടെ വളരെ ഫാസ്റ്റായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കൺട്രോളിംഗ് പവർ ഇവരിലേക്ക് കൊണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവിടെ 10 പേരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനവുമായിരിക്കും. പക്ഷേ ഇവർ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടേതായ ഒരു മേലധികാരി സ്ഥാനം അല്ലെങ്കിൽ ഫുൾ പവർ ഇവരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ 11ാം ദിവസം മുതൽ ഇവർ അവിടെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വരും. അവർ ഇവർക്ക് ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങൾ. ഒപ്പം ജോലി ചെയ്തിരുന്നവർ, നേരത്തെ ചെയ്തിരുന്നവർ ഇവർക്ക് ശത്രുക്കളായി മാറി. എന്തായാലും ഒരു കണക്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അവരുടെ മേൽ ഉള്ള ആ ഒരു അധികാരഭാവം കാട്ടുമ്പോൾ അവർ പരമാവധി ശത്രുത വച്ച് പുലർത്തുകയും ചെയ്യും. ആ ഒരു സമയത്ത് അവർ കേട്ടതുപോലെ ഭാവിക്കുകയാണെങ്കിൽ പിന്നീട് ഇവർക്ക് തന്നെ വിനയായി വരുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ മേലധികാരികളിലേക്ക് കൊണ്ടെത്തിക്കുക, അത് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി വാക്കുതർക്കങ്ങളിലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്കും ഇവർക്ക് വന്നെത്തും. അപ്പോൾ ഇവർ പറയുന്ന വാക്കുകൾ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവരുടെ നാവ് എപ്പോഴും പ്രശ്നമാണ്. ഇവർ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ മറ്റുള്ളവരുടേതായ മനോഭാവത്തെ കൂടി മനസ്സിലാക്കി വേണം ഒരു ഉത്തരങ്ങളൊക്കെ പറയാനുള്ളത്. പൊടുന്നനെ പറയുന്ന വാക്ക് ഇവർക്ക് തിരിച്ചടിക്കും. കണക്ക് സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെയധികം കൃത്യതയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം എവിടെയും ഏതൊരു ജോലിയും ഇവരെ ഏൽപ്പിക്കാമെന്നുള്ളത് 100%. അത് കോടിക്കണക്കായ ബിസിനസ് ചെയ്യുന്ന ഇടമാണെങ്കിൽ ശരി, ഒരു 500 രൂപയ്ക്ക് ഒരു ദിവസം ബിസിനസ് നടക്കുന്ന ഒരു ഇടമാണെങ്കിൽ ശരി, കണക്കുകൾ കൃത്യം തന്നെയായിരിക്കും ഇവരുടേതായ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ തൊഴിലിടങ്ങളിൽ എത്തുന്നത് 5 10 മിനിറ്റൊക്കെ താമസിച്ച് ചെന്ന് എത്തുകയുള്ളൂ. അത് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം എന്തുകൊണ്ടും അവർക്ക് അങ്ങനെ ഒരു സമയത്തിന് പോകാൻ പറ്റില്ല. കയ്യിലൊരൽപ്പം നഷ്ടം വന്നു പോയാലും അവർ ആ പോയെങ്കിൽ പോട്ടെ എന്ന രീതിക്ക് ആ ഒരു സമയത്തിനേ അവർ പോവുകയുള്ളൂ. നിയന്ത്രിക്കുന്നത് ഇഷ്ടമില്ല. പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സാമ്പത്തികപരമായ രീതിയിലൊക്കെ നഷ്ടം വന്നാലും അവരുടേതായ ഒരു ചിന്ത എന്തെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് കുറ്റകരമായ കാര്യം ആവരുത്. അവർ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അവർ പറയണം, കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയണം. അതിലൊരൽപ്പം നഷ്ടം വന്നു പോയാലും ശരി, ഇവർ തന്നെ സഹിക്കും. കാരണം വെച്ചാൽ ഇവർക്ക് മോശം പേര് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആരും മോശം പറയുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഇവരുടേതായ ഒരു അപ്രിസിയേഷൻ, ആ കൊള്ളാം എന്ന് പറയുന്ന ഒരു വാക്ക്, നിൻ്റെ അവിടെ നിന്നും കിട്ടിയ ആ ഒരു പ്രോഡക്റ്റ് വളരെയധികം നന്നായിട്ടുണ്ട് എന്ന് പറയണം. അതിലൊരൽപ്പം ലാഭം പോയാലും ശരി, അതൊന്നും ഇവർക്ക് യാതൊരു വിഷയവുമില്ല. അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റേതായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ കൂട്ടു ബിസിനസ് ചെയ്യുന്ന വേളയിൽ ഒരു നഷ്ടം വന്നു. നഷ്ടം വന്നിട്ട് വരുന്ന വേളയിൽ ഓപ്പോസിറ്റ്, അതായത് ഒപ്പം കൂടി ജോലി ചെയ്യുന്ന വ്യക്തിയുടെ തലയിൽ എല്ലാം കൂടെ കെട്ടിവെച്ചിട്ട് നീയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന സ്വഭാവവും ഇവർക്കില്ല. നമുക്ക് നോക്കാം, ശ്രമിക്കാം, ഈ കാര്യത്തിനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ രാശിക്ക് ഉണ്ടാവുക. അതായത് 50-50 ആണെങ്കിൽ പോലും ഓപ്പോസിറ്റ് സൈഡ് ഒരു അല്പം കൂടി കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്താൽ പോലും കുഴപ്പമില്ല, സമാധാനപ്പെട്ട് നമുക്ക് വഴിയുണ്ടാക്കാം. അത് നമുക്ക് ക്ലിയർ ചെയ്യാം. സമാധാനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുക.
അതായത് കൈവിട്ട് കളയുന്ന സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ഈസിയാണ്. ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം ഈസിയാണ്. ഇവരോടൊപ്പമുള്ള ലൈഫും, തൊഴിലും, മറ്റുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും വളരെയധികം ഈസിയാണ്. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏത് ഒരിടത്താണെങ്കിലും ഇവരുടേതായ ഒരു കുറ്റമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റം പറയാനായിട്ട് പോകാവൂ. അല്ലാതെ ഇപ്പോൾ ഒരു കുറ്റത്തിന് വേണ്ടി ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ പോകുന്നവർക്ക് ധാരാളം രീതിയിലുള്ള പണി തിരിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. അതായത് സ്പോർട്ടീവായിട്ട് നമ്മൾ എന്തെങ്കിലും പറയുന്ന വേളയിൽ അതിൽ 10 പേരോ 100 പേരോ നിൽക്കുന്ന ഒരിടത്തായിരിക്കും നമ്മൾ പോയി ഒരു കാര്യം പറയുന്നത്. ഇങ്ങനെയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ന്യായമില്ല എന്നുണ്ടെങ്കിൽ ഇവർ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. അത് ഈ പറയാനായിട്ട് പോകുന്ന ആളിന് വളരെയധികം അപമാനം വന്ന് ചേരുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ട് ഇവരോട് ഇടപെട്ട് പോകുന്നത് വളരെയധികം ജാഗ്രതാപൂർവ്വം വേണമെന്നുള്ളതാണ്. ഒരിക്കലും കുറച്ച് കാട്ടരുത്, കുറച്ച് പറയരുത്. ഇവരെ ഒരിക്കലും താഴ്ത്തി കെട്ടരുത് ഒരിടത്ത് വെച്ചിട്ട്. അഭിനന്ദനങ്ങൾ കൊടുത്തില്ല എങ്കിൽ പോലും നമ്മൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയില്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവർക്ക് എപ്പോഴും വേണമെന്നാണ്. സിംഹം എപ്പോഴും സിംഹം തന്നെയാണ്. അത് പല്ല് കൊഴിഞ്ഞു പോയാലും സിംഹം തന്നെയാണ് എന്നുള്ള ആ ഒരു വാക്ക് ഇവരിലേക്ക് എത്തുമ്പോൾ വളരെയധികം ക്ലിയർ തന്നെയാണ്. ഇവരുടെ കുടുംബജീവിതവും വളരെയധികം നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ ഏകാധിപത്യമായ ആ ഒരു പ്രഭാവം മുന്നിലേക്ക് വരുന്ന വേളയിൽ മറ്റുള്ളവർ ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ടാവും. പിന്നെ പലപ്പോഴും തന്നെ കുടുംബജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്ന് പറയും മാക്സിമം 1 വർഷം ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്നിടത്തായിരിക്കും മാക്സിമം അവരവിടെ നിന്ന് മാറി സ്വന്തം കുടുംബവുമായി മാറി താമസിക്കാൻ തന്നെയായിരിക്കും എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മിക്കവർക്കും അതങ്ങനെ സാധിക്കാറില്ല. ചിലർക്ക് സാധിക്കാതെ വരാറും ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സത്യമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് വിവാഹം കഴിഞ്ഞ് പോകുന്ന വേളയിൽ ചിലർക്ക് സ്വന്തമായ വീടൊക്കെ വയ്ക്കാനുള്ള ഒരു ഭാഗ്യം വന്നു കാണും. ഇതിൽ ഏതാണ്ട് ഒരു 60% പേർക്കും അങ്ങനെ ഒരു ഭാഗ്യവും ഇല്ലാത്ത സാഹചര്യം വരും. അപ്പോൾ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് പോകുന്ന വേളയിൽ ആ സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ തന്നെയും ഒരു പ്രശ്നമെന്ന് വരുന്ന വേളയിൽ ഒന്നും നോക്കാതെ അതൊക്കെ എടുത്ത് ചിലവാക്കുകയും അതിനെപ്പറ്റി പിന്നീട് കുറ്റങ്ങൾ പറയാത്ത സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. പോട്ടെ, പോയത് പോട്ടെ, നമുക്ക് വീണ്ടും ഉണ്ടാക്കാം, സമ്പാദിക്കാം എന്ന ചിന്താഗതിയൊക്കെ ഇവരിലൊക്കെ ഉണ്ടാകും. അപ്പോൾ പൊതുവിൽ വളരെയധികം നല്ല ഒരു രാശി തന്നെയാണ് ഈ രാശി എന്ന് പറയുന്നത്. ചിങ്ങം രാശി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജാതകം പരിശോധിച്ച് അതിൻ്റേതായ രീതിയിലുള്ള ഫലങ്ങളൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, അതുപോലെ സ്ഥലം, പേര് എന്നിവ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. നിങ്ങൾക്കായിട്ടുള്ള ടൈം സ്ലോട്ട് തരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട് ലൈവായിട്ട് തന്നെ ജാതകം റീഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്ന പോലെ തന്നെ ലൈവായിട്ട് റീഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 മണിക്കൂർ മിനിമം 1 മണിക്കൂറെങ്കിലും ഉണ്ടായിരിക്കും ഈ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റി വയ്ക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും.